ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും മാർക്കറ്റ് അപ്ഡേറ്റ്സിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിന് ശേഷം നല്ലൊരു വോളറ്റൈൽ ആയിട്ടുള്ളൊരു ട്രേഡിംഗ് സെഷനായിരുന്നു ഇന്ത്യൻ മാർക്കറ്റിൽ കാണാനുണ്ടായിരുന്നത്. നിഫ്റ്റിയിൽ ഏകദേശം 151 പോയിൻറ്റ്സിൻ്റെ ഗെയിനോടുകൂടി 18,068ലും, സെൻസെക്സിൽ ഏകദേശം 477 പോയിൻറ്റ്സിൻ്റെ ഗെയിനോടുകൂടി 60,545ലും, ബാങ്ക് നിഫ്റ്റിയിൽ 135 പോയിൻറ്റ്സിൻ്റെ ലോസോടുകൂടി 39,438ലുമായിരുന്നു ഇന്ന് ക്ലോസ് ആയിട്ടുണ്ടായിരുന്നത്. സെക്ടറൽ വൈസ് മാർക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ ബാങ്ക്, ഫാർമ ഈ ഒരു സെക്ടറുകളായിരുന്നു ഇന്ന് ഒരു റെഡിൽ എൻഡ് ആയിട്ടുണ്ടായിരുന്നത്, ഡിക്ലൈനിൽ എൻഡ് ആയിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ PSU ബാങ്ക്, മെറ്റൽ, മീഡിയ ഈ ഒരു സെക്ടറുകൾ നല്ലൊരു ഗെയിനോട് ഇന്നത്തെ ഒരു ടോപ്പ് പെർഫോമറായിട്ട് ഈ ഒരു സെക്ടറുകളും നിലനിന്നു. നിഫ്റ്റിയിൽ നോക്കുമ്പോൾ 40 സ്റ്റോക്കുകൾ അഡ്വാൻസസിലും ബാക്കി 10 സ്റ്റോക്കുകൾ ഡിക്ലൈനിങ് മോഡിലുമാണ് ഉണ്ടായിരുന്നത്. അതിൽ തന്നെ ടൈറ്റാൻ, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, ബജാജ് ഫിൻസർവ്, അൾട്രാ സിമെൻറ്റ്സ്, ടെക് മഹീന്ദ്ര ഇവരായിരുന്നു ടോപ്പ് 5 പെർഫോമിംഗ് സ്റ്റോക്സ് ആയിട്ട് നിന്നത്. ഇൻഡസ്ഇൻഡ് ബാങ്ക് ആയിരുന്നു ഇന്നത്തെ ഒരു ടോപ്പ് ലോസറായിട്ട് പെർഫോം ചെയ്തത്. കാരണം അവരുടെ കമ്പനി അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വിസിൽ ബ്ലോവർ ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഏകദേശം 84,000-ഓളം ലോണുകൾ കസ്റ്റമറിൻ്റെ കൺസെൻറ്റ് കൂടാതെ ഒരു ടെക്നിക്കൽ ഗ്ലിച്ച് കാരണം 84,000-ഓളം ലോണുകൾ ഡിസ്പാച്ച് ആയി എന്നുള്ളൊരു വിസിൽ ബ്ലോവർ വന്നൊരു ന്യൂസായിരുന്നു ഈ ഒരു സ്റ്റോക്കിന് ഡൗണിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. എന്തൊരു ടോപ്പ് ലോസറായിരുന്നു ഇവർ. ബ്രോഡർ മാർക്കറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ മിഡ് ക്യാപ്പിൽ ഏകദേശം 1.59% ഗെയിനും, സ്മോൾ ക്യാപ്പിൽ 1.21% ഗെയിനും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. അപ്പോൾ മാർക്കറ്റിൽ വീണ്ടും ഒരു തിരിച്ചുവരവിൻ്റെ സൂചനകൾ കാഴ്ചവെച്ചുകൊണ്ടാണ് ഇന്നത്തെ മാർക്കറ്റ് ഉണ്ടായിട്ടുള്ളത്. നിഫ്റ്റിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിന് ശേഷം പിന്നീട് മാർക്കറ്റ് ഒരു ഡൗണിലേക്ക് പോയി എങ്കിലും ഒരു സെക്കൻഡ് ഹാഫിൽ മാർക്കറ്റിൽ ഒരു തിരിച്ചുവരവുകൾ കാണാനുണ്ടായിരുന്നു. ഒരു ഹാമർ പോലത്തെ ഒരു പാറ്റേൺ ഫോർമേഷനാണ് ഡെയിലി ചാർട്ടിൽ ഇപ്പോൾ ഫോം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഏകദേശം 17,800 എന്നുള്ളൊരു റേഞ്ചിൽ നല്ലൊരു ബേസ് ഫോർമേഷൻ നടക്കുന്നതായിട്ട്, ഒരു സപ്പോർട്ട് ഫോർമേഷൻ നടക്കുന്നതായിട്ട് ഇപ്പോൾ നിഫ്റ്റിയുടെ ചാർട്ടുകളിൽ കാണാനുണ്ട്. ഇതിനു മുമ്പ് കഴിഞ്ഞ ഒരു 3-4 ദിവസങ്ങളിലായിട്ട് ഈ ഒരു റേഞ്ചിൽ ഒരു കൺസോളിഡേഷൻ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനുശേഷം വീണ്ടും ഒരു ഹാമർ, ഒരു കൺഫർമേഷൻ, ഒരു സപ്പോർട്ടിൻ്റെ ഒരു കൺഫർമേഷൻ കൂടുതൽ തന്നുകൊണ്ട് ഒരു ബുള്ളിഷ് ഹാമർ പോലത്തെ ഒരു പാറ്റേൺ ഫോർമേഷൻ ഇന്നുണ്ടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു ബുള്ളിഷ് റിവേഴ്സലിൻ്റെ സാധ്യതകൾ പ്രതീക്ഷിക്കാം. എന്നിരുന്നാലും 18,100 എന്ന് പറഞ്ഞൊരു റേഞ്ചിനൊക്കെ വരും ദിവസങ്ങളിൽ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു കൺഫർമേഷൻ ആയിട്ട് എടുക്കാം. അപ്പോൾ വരും ദിവസങ്ങളിൽ ഈ ഒരു ലെവലുകൾ തീർച്ചയായിട്ടും നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം വാച്ച് ചെയ്യുക. ഇനി ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു കൺസോളിഡേഷൻ നടക്കുന്നതായിട്ടാണ്, കൺസോളിഡേഷൻ മൂഡാണ് വീണ്ടും ബാങ്ക് നിഫ്റ്റിയിൽ പ്രിൻറ്റ് ചെയ്തിരിക്കുന്നത്. ഇന്നൊരു ഹാമർ കണക്കിനുള്ളൊരു പാറ്റേൺ, ബിയറിഷ് ഹാമർ കണക്കിനുള്ളൊരു പാറ്റേൺ ഫോർമേഷൻ ഇന്ന് ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ടിൽ കാണാനുണ്ടായിരുന്നു. 8 സ്റ്റോക്കുകൾ അഡ്വാൻസസിലും 4 സ്റ്റോക്കുകൾ ഇന്ന് ഡിക്ലൈനിങ് മോഡിലുമായിരുന്നു ഉണ്ടായിരുന്നത്. ഇനി ഏകദേശം 40,100-120 എന്നുള്ളൊരു റേഞ്ചിനെയൊക്കെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ അപ്സൈഡിനുള്ള സാധ്യതകൾ പ്രതീക്ഷിക്കാം. അപ്പോൾ അതുവരെ നമുക്കൊരു കൺസോളിഡേഷൻ തുടരുന്നതായിട്ടാണ് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം കാണാനുള്ളത്. ഇന്നത്തെ ഒരു ഗെയിനിങ്, നല്ലൊരു പെർഫോമിംഗ് സെക്ടറായിരുന്നു റിയാലിറ്റി. ഏകദേശം 1.38% ഗെയിൻ ഇന്ന് റിയാലിറ്റി സെക്ടർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ നമ്മൾ പറഞ്ഞ ഒരു 495-500 റേഞ്ചിലൊരു സപ്പോർട്ടിനേക്ക് എടുത്തുകൊണ്ട് വീണ്ടും ഓൾ ടൈം ഹൈനെയൊക്കെ ബ്രേക്ക് ചെയ്താണ് ഇന്ന് റിയാലിറ്റി സെക്ടർ എൻഡ് ആയിട്ടുള്ളത്. എന്നിരുന്നാലും ഒരു ഡെയിലി ചാർട്ടിൽ ഒരു ഹാങ്ങിങ് മാൻ കണക്കിനുള്ളൊരു പാറ്റേൺ ഫോർമേഷൻ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ഒരു ട്രെൻഡ് റിവേഴ്സലിനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നു, കൺഫർമേഷൻ ഇല്ല. 5 സ്റ്റോക്കുകൾ ഇന്ന് റിയാലിറ്റി സെക്ടറിൽ അഡ്വാൻസസിലും 5 സ്റ്റോക്കുകൾ ഡിക്ലൈനിങ് മോഡിലുമായിരുന്നു ഉണ്ടായിരുന്നത്. ഇനി അതുകൊണ്ട് തന്നെ റിയാലിറ്റി സെക്ടറിനെ സംബന്ധിച്ചിടത്തോളം ഒരു ബ്രേക്കൗട്ടുകൾക്കായിട്ട് ഏകദേശം ഒരു 556-557 ലെവലിലേക്ക് ബ്രേക്ക് ചെയ്താൽ നമുക്കൊരു അപ്സൈഡിനുള്ള സാധ്യതകൾ റിയാലിറ്റി സെക്ടറിൽ പ്രതീക്ഷിക്കാം. ഇനി അതുപോലെ തന്നെ ഓട്ടോ സെക്ടറിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു ഡോജി ക്രോസ് പോലത്തെ ഒരു പാറ്റേൺ ഫോർമേഷനാണ് ഉണ്ടായിട്ടുള്ളത്. 13 സ്റ്റോക്കുകൾ ഇന്ന് അഡ്വാൻസസിലും 2 സ്റ്റോക്കുകൾ ഡിക്ലൈനിങ് മോഡിലുമായിരുന്നു ഓട്ടോ സെക്ടറിൽ നിലനിന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു ട്രെൻഡ് റിവേഴ്സലിനുള്ള സാധ്യതകൾ ഓട്ടോ സെക്ടറിൽ കാണുന്നുണ്ട്. അപ്പോൾ വരും ദിവസങ്ങളിൽ ഒരു കൺഫർമേഷൻ കിട്ടിയതിന് ശേഷം മാത്രം അടുത്തൊരു ബ്രേക്കൗട്ടുകൾ നമുക്ക് ഈ ഒരു ഡോജിലെ ഹൈ 11,681 മുകളിലേക്ക് ബ്രേക്കൗട്ടുകൾ വന്നു കഴിഞ്ഞാൽ ഓട്ടോ സെക്ടറിൽ നമുക്ക് പ്രതീക്ഷകൾ വെക്കാവുന്നതായിരിക്കും നല്ലത്. അല്ലാത്ത പക്ഷം നമുക്കൊരു കൺസോളിഡേഷൻ അല്ലെങ്കിൽ റിവേഴ്സലിനുള്ള സാധ്യതകൾ ഓട്ടോ സെക്ടറിൽ നിലനിൽക്കുന്നു. IT സെക്ടറിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് ഒരു കൺസോളിഡേഷൻ നടക്കുന്നതായിട്ടാണ് കാണുന്നത്. 34,500 എന്നുള്ളൊരു റേഞ്ചിലൊരു സപ്പോർട്ട് എടുത്തുകൊണ്ട് വീണ്ടും നല്ലൊരു കൺസോളിഡേഷൻ IT സെക്ടറിൽ നടക്കുന്നുണ്ട്. ഒരു ഹാമർ പോലത്തെ ഒരു പാറ്റേൺ ഫോർമേഷനാണ് ഇന്ന് ഡെയിലി ചാർട്ടിൽ ITയിൽ കാണാനുള്ളത്. അപ്പോൾ ഈ ഒരു കൺസോളിഡേഷൻ ഒരു നല്ലൊരു സപ്പോർട്ടുകൾ എടുത്തുകൊണ്ട് വീണ്ടും ഒരു ട്രെൻഡ് റിവേഴ്സലിനുള്ള സാധ്യതകൾ IT സെക്ടറിൽ പ്രതീക്ഷിക്കാം. ഇന്ന് 8 സ്റ്റോക്കുകൾ അഡ്വാൻസസിലും 2 സ്റ്റോക്കുകൾ ഡിക്ലൈനിങ് മോഡിലുമായിരുന്നു IT സെക്ടറിൽ നിന്നിട്ടുണ്ടായിരുന്നത്.
മെറ്റൽ സെക്ടറിലും വീണ്ടും ഒരു ബുള്ളിഷ് മെറ്റൽ സെക്ടറിൽ നോക്കിക്കഴിഞ്ഞാലും ഒരു ബുള്ളിഷ് ഹാമർ പോലത്തെ ഒരു പാറ്റേൺ ഫോർമേഷൻ ആണ് ഉള്ളത്. ഏകദേശം 5630 ഉള്ള ഒരു സപ്പോർട്ടിനൊക്കെ എടുത്തുകൊണ്ട് ഒരു കൺസോളിഡേഷൻ അല്ലെങ്കിൽ ഈ ഒരു റേഞ്ചിൽ നിലനിൽക്കാനായിട്ട് മെറ്റൽ സെക്ടർ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വരും ദിവസങ്ങളിൽ ഇനിയൊരു 5790-95 മുകളിലേക്കൊക്കെ ഒരു ബ്രേക്കൗട്ടുകൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് 5940 വരെയുള്ള റാലിക്കുള്ള സാധ്യതകൾ മെറ്റൽ സെക്ടറിനെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷിക്കാം. ഇന്ന് 13 സ്റ്റോക്കുകൾ അഡ്വാൻസസിലും 2 സ്റ്റോക്കുകൾ ഡിക്ലൈനിങ് മോഡിലുമായിരുന്നു IT സെക്ടറിൽ നിന്നിട്ടുണ്ടായിരുന്നത്. FMCGയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്ന് 12 സ്റ്റോക്കുകൾ അഡ്വാൻസസിലുണ്ടായിരുന്നു, 3 സ്റ്റോക്കുകളാണ് ഡിക്ലൈനിങ് മോഡിൽ പോയിട്ടുണ്ടായിരുന്നത്. അവിടെയും ഏകദേശം ഒരു ഹാമർ കണക്കിനുള്ള ഒരു പാറ്റേൺ ഫോർമേഷൻ ആണുള്ളത്. അപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് ഒരു കൺസോളിഡേഷൻ, നല്ലൊരു കറക്ഷന് ശേഷമുള്ള ഒരു കൺസോളിഡേഷൻ ആണ് ഇപ്പോൾ FMCGയിൽ കാണാനുള്ളത്. വരും ദിവസങ്ങളിൽ ഒരു ബ്രേക്കൗട്ടുകൾക്കായിട്ട് വാച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു ഡയറക്ഷനിൽ ഒരു ബ്രേക്കൗട്ടുകൾ വന്നു കഴിഞ്ഞാൽ FMCGയെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ക്ലാരിറ്റി, അടുത്ത മൂവ് എങ്ങോട്ടേക്കാണെന്നുള്ള ക്ലാരിറ്റി നമുക്ക് കിട്ടുന്നതാണ്. ഇനി ഫാർമയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫാർമയിൽ നല്ലൊരു സപ്പോർട്ട് സോണിന് ഹോൾഡ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഈ ഒരു ചാർട്ട് കഴിഞ്ഞ കുറച്ച് നാളായിട്ട് ട്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉള്ളൊരു സപ്പോർട്ട് ഏകദേശം 13,800-830 റേഞ്ചിലൊരു സപ്പോർട്ടിനെ എടുത്തുകൊണ്ട് ആ റേഞ്ചിലൊരു നിലനിൽക്കാനുള്ള ശ്രമം ഇപ്പോൾ ഫാർമയിൽ വീണ്ടും കാണുന്നുണ്ട്. നമുക്കൊരു കൺഫർമേഷൻ ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഫാർമ സെക്ടറിൽ നമുക്ക് കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത് അടുത്തൊരു കൺഫർമേഷനായിട്ട്. മീഡിയയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് 8 സ്റ്റോക്കുകൾ അഡ്വാൻസസിലും 2 ഡിക്ലൈനിങ് മോഡിലും ആയിരുന്നു ഉണ്ടായിരുന്നത്. ഒരു ട്രെൻഡ് റിവേഴ്സലൊക്കെ നടന്ന് വീണ്ടും ഇവരുടെ ഒരു ഓൾ ടൈം ഹൈൻ്റെ അടുത്ത് ഇന്ന് ട്രേഡ് എൻഡായിട്ടുണ്ട്. ഇന്ന് ഇവരെ സംബന്ധിച്ചിടത്തോളം സൺ ടി വിൻ്റെ സ്റ്റോക്ക് ഇന്ന് കഴിഞ്ഞ ദിവസം അവർക്ക് വന്ന റിസൾട്ടിനെ തുടർന്ന് നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ 52 വീക്ക് ഹൈ ഒക്കെ ടച്ച് ചെയ്തതിന് ശേഷം പിന്നീട് ചെറിയൊരു കറക്ഷൻ നടന്നിട്ടാണ് സൺ ടി വിയുടെ സ്റ്റോക്ക് ഇന്ന് എൻഡായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്കിനി ഒരു ബ്രേക്കൗട്ടുകൾ നടന്നു കഴിഞ്ഞാൽ മീഡിയ സെക്ടറിൽ നമുക്ക് റാലികൾ പ്രതീക്ഷിക്കാം. അല്ലാത്ത പക്ഷം ഒരു ട്രെൻഡ് റിവേഴ്സിനുള്ള സാധ്യതകളാണ് നിലനിൽക്കുന്നത്. ഇപ്പോൾ ക്യാൻഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു ഹാങ്ങിങ് മാൻ കണക്കാണ് നിലനിൽക്കുന്നത്. ട്രെൻഡ് റിവേഴ്സിനുള്ള സാധ്യതകൾ മീഡിയ സെക്ടറിൽ കാണുന്നു. ഇനി അടുത്തൊരു ഗ്ലോബൽ മാർക്കറ്റിൻ്റെ സിറ്റുവേഷൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്നത്തെ US ഫീച്ചേഴ്സൊക്കെ ഒരു പോസിറ്റീവ് മോഡിലാണ് നിലനിൽക്കുന്നത്. ഒരു പോസിറ്റീവ് ഓപ്പണിങ്ങിനുള്ള ഒരു സാധ്യതകൾ ഇന്നത്തെ ഒരു US മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം കാണുന്നുണ്ട്. യൂറോപ്യൻ മാർക്കറ്റിലും ഒരു മിക്സഡ് ട്രെൻഡാണ് ഇപ്പോൾ ഉള്ളത്. FTSE 5 പോയിൻറ്റ്സ് ഡൗണിൽ ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നു. ഏഷ്യൻ മാർക്കറ്റിലും ഒരു മിക്സഡ് ട്രെൻഡാണുള്ളത്. SGX നിഫ്റ്റി 31 പോയിൻറ്റ്സ് ഗെയിനോടുകൂടി ട്രേഡ് ആവുന്നു. ഇന്ന് അതുപോലെ രൂപയുടെ മൂല്യത്തിൽ ഡോളറിന് അഗെയിൻസ്റ്റ് ആയിട്ട് നല്ലൊരു തിരിച്ചുവരവുണ്ടായിരുന്നു. 44 പൈസ ഉയർന്ന് 74.02 ട്രേഡ് എൻഡായിട്ടുള്ളത്. ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ടിവിറ്റികൾ ഇതുവരെ അപ്ഡേറ്റ് ആയിട്ടില്ല. എന്നാൽ കഴിഞ്ഞ ബുധനാഴ്ച വരെ 4-ാം തീയതി വരെ ഏകദേശം 328 കോടിയുടെ നെറ്റ് വിത്ഡ്രോവലാണ് 4-ാം തീയതി വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ നടത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു മാസം ഇതുവരെ 686 കോടിയുടെ നെറ്റ് വിത്ഡ്രോവലിലും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നിലനിൽക്കുന്നു. എന്നാലും ആ ഒരു ഇൻറ്റൻസിറ്റി കഴിഞ്ഞ മാസത്തേക്ക് അപേക്ഷിച്ച് ഇതുവരെ ആ ഒരു വിത്ഡ്രോവലിൻ്റെ ഇൻറ്റൻസിറ്റി കുറഞ്ഞതായിട്ടാണ് ഉള്ളത്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്തു നിന്നും കഴിഞ്ഞ ആഴ്ച 4-ാം തീയതി കഴിഞ്ഞ നവംബർ 4-ാം തീയതി കാര്യമായിട്ടൊരു പാർട്ടിസിപ്പേഷൻ ഉണ്ടായിട്ടില്ല. 38 കോടിയുടെ ഇൻവെസ്റ്റ്മെൻറ്റിൽ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസും നിലനിൽക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നാളെ രാവിലെയും SGX നിഫ്റ്റി ഒന്ന് വാച്ച് ചെയ്യുക. നമുക്ക് അതിനെ ബേസ് ചെയ്തുള്ളൊരു ഓപ്പണിംഗ് ഇന്ത്യൻ മാർക്കറ്റുകളിൽ പ്രതീക്ഷിക്കാം. അടുത്തായിട്ട് സ്റ്റോക്കുകളെ സംബന്ധിച്ചിടത്തോളം ഐഷർ മോട്ടോഴ്സ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ സ്റ്റോക്കായിരുന്നു. അപ്പോൾ 2490-500 റേഞ്ചിലൊരു സപ്പോർട്ടിനെ എടുത്തുകൊണ്ട് നല്ലൊരു റാലികൾ ഈ ഒരു സ്റ്റോക്കിൽ കണ്ടിട്ടുണ്ടായിരുന്നു. വീണ്ടും ഒരു ഇൻഡിസിസീവ് പാറ്റേൺ ഫോർമേഷൻ ഈ ഒരു സ്റ്റോക്കിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഏകദേശം 2760-2770 റേഞ്ചിലൊരു റെസിസ്റ്റൻസിൻ്റെ അടുത്തൊരു റിവേഴ്സലിൻ്റെ സാധ്യതകൾ കാണുന്നുണ്ട്. കൺഫർമേഷൻ ആയി കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഐഷർ മോട്ടോഴ്സിൽ നടത്താവുന്നതാണ്. അതുപോലെ തന്നെ ഗ്രാസിമിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വീണ്ടും ഒരു ബുള്ളിഷ് ബ്രേക്കൗട്ടുകൾ ഈ ഒരു സ്റ്റോക്കിൽ നടന്നതായിട്ട് കാണുന്നുണ്ട്. നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിൽ ഈ ഒരു സ്റ്റോക്കിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിലും ഈ ഒരു സ്റ്റോക്കിനെ ഒന്ന് ട്രാക്ക് ചെയ്യുക. അപ്പോൾ ഇവരുടെ ഒരു ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു റാലികൾക്കുള്ളൊരു സാധ്യതകളാണ് ഈ ഒരു ചാർട്ടിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കാണുന്നത്. അപ്പോൾ ഈ ഒരു ബ്രേക്കൗട്ടുകൾ നടന്നിരിക്കുന്നു. അതുപോലെ തന്നെ നമുക്കിനി ഒരു കറക്ഷൻ നടന്നു കഴിഞ്ഞാൽ ഒരു എൻട്രിക്കുള്ളൊരു സാധ്യതകൾ നമുക്ക് ഗ്രാസിമിൽ ഇനിയും നിലനിൽക്കുന്നതായിട്ടാണ് ഇപ്പോൾ ചാർട്ടുകളിൽ കാണാനുള്ളത്. ഇനി കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ ചാർട്ടിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറഞ്ഞ ഒരു സപ്പോർട്ട് ഏകദേശം 345 റേഞ്ചിലൊരു സപ്പോർട്ടിനെ എടുത്തുകൊണ്ട് വീണ്ടും നല്ലൊരു റാലികൾ ഈ ഒരു സ്റ്റോക്കിൽ ഉണ്ടായിട്ടുണ്ട്. ഇന്നൊരു ഇൻഡിസിസീവ് പാറ്റേൺ ഫോർമേഷനാണ് നിലനിൽക്കുന്നത്. അപ്പോൾ വരും ദിവസങ്ങളിൽ ഒന്ന് വാച്ച് ചെയ്യുക. ഇനി ഏകദേശം 379 അടുത്തൊരു ടാർഗറ്റായിട്ടുള്ളത്, 380 റേഞ്ചുകൾ. അപ്പോൾ നമുക്കിനി ഒരു ഇൻഡിസിസീവ് ക്യാൻഡിൽ ആയതുകൊണ്ട് റിവേഴ്സൽ വന്ന് കൺഫർമേഷൻ ആയിക്കഴിഞ്ഞാൽ നമുക്ക് റിവേഴ്സൽ പ്രോഫിറ്റ് ബുക്കിംഗ് കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇനി അതേപോലെ തന്നെ മാരിക്കോ ഈ ഒരു ചാർട്ടിനെ ഒന്ന് നിങ്ങളുടെ ഒരു വാച്ച് ലിസ്റ്റിൽ വെക്കുന്നത് നല്ലതാണ്. കാരണം ഈ ഒരു സപ്പോർട്ട് സോണിൻ്റെ അടുത്ത് നല്ലൊരു ഹാമർ പോലത്തെ ഒരു പാറ്റേൺ ഫോർമേഷൻ
വീണ്ടും ഈ ഒരു ചാർട്ടിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു റിവേഴ്സൽ ഈ ഒരു സ്റ്റോക്കിൽ കിട്ടിക്കഴിഞ്ഞാൽ ഏകദേശം 563 564 മുകളിലേക്ക് ഒരു ബ്രേക്കൗട്ടുകൾ കിട്ടിക്കഴിഞ്ഞാൽ മാരിക്കോയിൽ അടുത്തൊരു പോസിബിലിറ്റികൾ നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ LIC ഹൗസിംഗ് ഫിനാൻസ് ഈ ഒരു ചാർട്ടും നിങ്ങളൊന്ന് ട്രാക്ക് ചെയ്യുക. ഇപ്പോൾ ഒരു കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ ഒരു ഗ്യാപ്പിനെയൊക്കെ ഫില്ല് ചെയ്തുകൊണ്ട് വീണ്ടും നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിൽ ഇന്ന് പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഓപ്പർച്യൂണിറ്റിക്കുള്ള സാധ്യതകൾ ഈ ഒരു സ്റ്റോക്കിൽ വീണ്ടും കാണുന്നു. നിങ്ങൾ വരും ദിവസങ്ങളിൽ ഒന്ന് ട്രാക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. അടുത്തായിട്ട് ഭാരത് ഫോർജിൻ്റെ ചാർട്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ബുള്ളിഷ് ബെൽറ്റ് ഹോൾഡ് കണക്കുള്ള ഒരു പാറ്റേൺ ഫോർമേഷൻ ഉണ്ടായിട്ടുണ്ട്. വീണ്ടും ആ ഒരു റേഞ്ചിൻ്റെ ഹൈയിലേക്ക് വീണ്ടും ഈ ഒരു സ്റ്റോക്ക് റീച്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ ഒന്ന് ട്രാക്ക് ചെയ്യുക. വോളിയത്തിൽ നല്ലൊരു വർധനവുകൾ കാണുന്നു. അപ്പോൾ നമുക്ക് ഇനിയൊരു ബ്രേക്കൗട്ടുകൾ കിട്ടിക്കഴിഞ്ഞാൽ പോസിബിലിറ്റികൾ ഭാരത് ഫോർജിൻ്റെ ചാർട്ടിലും നിലനിൽക്കുന്നതായിട്ടാണ് കാണാനുള്ളത്. അതുപോലെ തന്നെ വോൾട്ടാസ് ഈ ഒരു ചാർട്ടിലും നല്ലൊരു ബുള്ളിഷ് ഫോർമേഷൻസ് കാണുന്നുണ്ട്. അപ്പോൾ നമുക്കിനി ഒരു 1250-55 റേഞ്ചിനൊക്കെ ഒരു ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും റാലികൾ നടക്കാനുള്ള ഒരു സാധ്യതകളാണ് വോൾട്ടാസിൻ്റെ ചാർട്ടിനെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ കാണാനുള്ളത്. വരും ദിവസങ്ങളിൽ നിങ്ങളും ഒന്ന് ട്രാക്ക് ചെയ്യുക. മദേഴ്സ് ആൻഡ് സുമിയുടെ ചാർട്ടിലും നല്ലൊരു ബുള്ളിഷ് ഫോർമേഷൻസ് കാണുന്നുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം 12-ാം തീയതി ഇവരുടെ റിസൾട്ട് അനൗൺസ്മെൻറ്റുകളും വരുന്നതായിട്ടാണ് റിപ്പോർട്ടുകളിൽ കാണുന്നത്. എന്നാൽ നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിൽ, അതിനുശേഷം ഒരു കൺസോളിഡേഷൻ കറക്ഷൻ, പിന്നീട് ഒരു ബുള്ളിഷ് ക്യാൻഡിൽ എന്ന രീതിയിലാണ് ഇപ്പോൾ പാറ്റേൺ കാണാനുള്ളത്. വരും ദിവസങ്ങളിൽ ഒന്ന് ട്രാക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇനി അടുത്തായിട്ട് പ്രധാനപ്പെട്ട ന്യൂസ് അപ്ഡേറ്റുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ആദ്യമേ തന്നെ ഇന്ന് വന്ന റിപ്പോർട്ടുകൾ നോക്കുമ്പോൾ T+1 സെറ്റിൽമെൻറ്റ് നമ്മൾ ഇതിനു മുമ്പ് കേട്ടിട്ടുള്ളൊരു വാർത്തയായിരുന്നു. ട്രേഡിന് നടന്നതിന് പിറ്റേ ദിവസം സെറ്റിൽമെൻറ്റുകൾ നടക്കുക എന്നുള്ളത്. ഇപ്പോൾ നമുക്ക് T+2 ട്രേഡിംഗ് സെറ്റിൽമെൻറ്റ് ആണ്. അപ്പോൾ T+1 സെറ്റിൽമെൻറ്റ് ഫെബ്രുവരി 25-ാം തീയതി മുതൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്നു എന്നൊരു അനൗൺസ്മെൻറ്റുകൾ ഇന്ന് സെബിയുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. 2022 ഫെബ്രുവരി 25-ന് ആദ്യത്തെ ഫേസ് ഒരു ഫേസ്ഡ് മാനറിലാണ് ഇംപ്ലിമെൻറ്റേഷൻ വരുന്നത്. ആദ്യത്തെ ഫേസിൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ അനുസരിച്ച് ഏറ്റവും ബോട്ടത്തിൽ നിൽക്കുന്ന 100 കമ്പനികൾ അവരിലായിരിക്കും ഈ ഒരു T+1 സെറ്റിൽമെൻറ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നാണ് അപ്ഡേറ്റുകളിൽ കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം ഓരോ മാസത്തെയും അവസാനത്തെ ഫ്രൈഡേ, ട്രേഡ് നടക്കുന്ന ഫ്രൈഡേ, പിന്നീട് അടുത്ത ഓരോ സെക്ടറായിട്ട് ഏകദേശം അടുത്ത ഓരോ സെഗ്മെൻ്റായിട്ട് ഏകദേശം 500 കമ്പനികൾ എന്ന രീതിയിൽ ഓരോ മാസവും അവസാനത്തെ ട്രേഡിംഗ് ഫ്രൈഡേ 500 കമ്പനികൾ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനിൽ ഏറ്റവും താഴെ നിൽക്കുന്ന 500 കമ്പനികളിൽ വീതം ഈ ഒരു T+1 സെറ്റിൽമെൻറ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്തു വരിക എന്ന രീതിയിലാണ് ഇപ്പോഴത്തെ അപ്ഡേറ്റുകളിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഫെബ്രുവരി 25ഓടുകൂടി ഈ ഒരു T+1 സെറ്റിൽമെൻറ്റിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ ആരംഭിക്കും എന്നാണ് കൊടുത്തിരിക്കുന്ന അപ്ഡേറ്റുകളിൽ കാണാനുള്ളത്. ഇനി ഓർഡർ വിന്നുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഐനോക്സ് വിൻഡ് അവർക്ക് ഏകദേശം 150 മെഗാവാട്ടിൻ്റെ ഒരു പവർ പ്രൊജക്റ്റ് NTPCയുടെ ഭാഗത്തു നിന്നും വിൻ ചെയ്തതായിട്ട് അപ്ഡേറ്റുകളിൽ കൊടുത്തിരിക്കുന്നു. L&Tയെ സംബന്ധിച്ചിടത്തോളം അവർ ഏകദേശം 1000 മുതൽ 2500 കോടി വർത്ത് ചെയ്യുന്ന ഓർഡറുകൾ, അതിൻ്റെ ഉള്ളിൽ വർത്ത് ചെയ്യുന്ന ഓർഡറുകൾ അവരുടെ വിവിധ ബിസിനസ്സുകൾക്ക് വിൻ ചെയ്തതായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഇവർക്കും ഒരു ഗുഡ് ന്യൂസ് ആയിട്ട് നിലനിൽക്കുന്നു. ഇനി Q2 റിസൾട്ട് വന്ന കമ്പനികളിലേക്ക് വരുമ്പോൾ ബ്രിട്ടാനിയ ഇൻഡസ്ട്രീസ് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രോഫിറ്റിൽ 23% ഡിക്ലൈൻ വന്നതായിട്ടാണ് റിപ്പോർട്ടുകളിൽ കൊടുത്തിരിക്കുന്നത്. 384 കോടി നെറ്റ് പ്രോഫിറ്റായിട്ട് കാണിച്ചിരിക്കുന്നു. കഴിഞ്ഞ വർഷം സെപ്റ്റംബർ ക്വാർട്ടറിൽ 495 കോടിയുടെ നെറ്റ് പ്രോഫിറ്റ് ആയിരുന്നു നിലനിന്നത്. റവന്യൂവിൽ എന്നാലും ചെറിയൊരു ഡിക്ലൈനാണ് കൊടുത്തിരിക്കുന്നത്. 5% ഡിക്ലൈൻ റവന്യൂവിലും ഉണ്ടായതായിട്ട് അപ്ഡേറ്റുകളിൽ കാണിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ റോ മെറ്റീരിയലിൽ വന്ന വിലവർധനവുകൾ അത് ഇവരുടെ ഒരു മാർജിനിൽ ഇമ്പാക്റ്റുകൾ കൊണ്ടുവന്നതായിട്ടാണ് അപ്ഡേറ്റുകളിൽ കൊടുത്തിരിക്കുന്നത്. അടുത്തായിട്ട് ബൽറാംപൂർ ചീനിലേക്ക് വരുമ്പോൾ 6% വർധനവുകളാണ് അവർക്ക് നെറ്റ് പ്രോഫിറ്റിൽ ഉണ്ടായിരിക്കുന്നത്. 83 കോടി നെറ്റ് പ്രോഫിറ്റായിട്ട് കാണിച്ചിരിക്കുന്നു. റവന്യൂവിൽ എന്നിരുന്നാലും 6%-അടുത്തുള്ളൊരു ഡിക്ലൈനും ഉണ്ടായി എന്നും അപ്ഡേറ്റുകളിൽ കാണാനുണ്ട്. അടുത്തായിട്ട് വൊക്കാട്ടിയിലേക്ക് വരുമ്പോൾ നല്ലൊരു വർധനവാണ് നെറ്റ് പ്രോഫിറ്റിൽ ഉണ്ടായിട്ടുള്ളത്. 33 കോടി നെറ്റ് പ്രോഫിറ്റായിട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. റവന്യൂവിലും ഏകദേശം 20.7% വർധനവുകൾ ഉണ്ടായതായിട്ടാണ് അപ്ഡേറ്റുകളിൽ കാണിച്ചിരിക്കുന്നത്. 862 കോടി റവന്യൂ ആയിട്ട് കാണിച്ചിരിക്കുന്നു. കരൂർ വൈശ്യ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം അവർക്കും 44% വർധനവുകളാണ് നെറ്റ് പ്രോഫിറ്റിൽ ഉണ്ടായിരിക്കുന്നത്. 165 കോടി നെറ്റ് പ്രോഫിറ്റായിട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തിലും 13% വർധനവുകൾ ഉണ്ടായി എന്നാണ് കാണിച്ചിരിക്കുന്നത്. ഗ്രോസ് NPAയും നെറ്റ് NPAയും കമ്പയർ ചെയ്യുമ്പോൾ ക്വാർട്ടർ ഓൺ ക്വാർട്ടർ കഴിഞ്ഞ ക്വാർട്ടറിനെ അപേക്ഷിച്ച് കമ്പയർ ചെയ്യുമ്പോൾ അതിലും നല്ലൊരു അസറ്റ് ക്വാളിറ്റിയിൽ ഇംപ്രൂവ്മെൻറ്റുകൾ വന്നതായിട്ടാണ് അപ്ഡേറ്റുകളിൽ കൊടുത്തിരിക്കുന്നത്. ഇനി ശോഭ ലിമിറ്റഡിലേക്ക് വരുമ്പോൾ ഇവർക്ക് 3 മടങ്ങിൻ്റെ അടുത്തുള്ള വർധനവുകളാണ് നെറ്റ് പ്രോഫിറ്റിൽ ഉണ്ടായിട്ടുള്ളത്. 48 കോടി നെറ്റ് പ്രോഫിറ്റായിട്ട് കാണിച്ചിരിക്കുന്നു.
അതുപോലെ തന്നെ ഇൻകം നോക്കിക്കഴിഞ്ഞാൽ അവിടെയും നല്ലൊരു വർധനവുകൾ 832 കോടി ടോട്ടൽ ഇൻകമായിട്ട് കാണിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല ഏകദേശം 140 കോടി ഡിബഞ്ചേഴ്സിൻ്റെ ഇഷ്യൂ വഴിയായിട്ട് റേസ് ചെയ്യാനുള്ളൊരു പദ്ധതികളും അവർ ഇന്നത്തെ അവരുടെ മീറ്റിങ്ങിൽ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നാളെ റിസൾട്ട് വരുന്ന പ്രധാനപ്പെട്ട കമ്പനികൾ നോക്കിക്കഴിഞ്ഞാൽ BHEL, M&M, മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര, പവർ ഗ്രിഡ് കോർപ്പറേഷൻ, പെട്രോനെറ്റ് LNG, IDFC, NCC, MRF ഇങ്ങനെ ഈ പ്രധാനപ്പെട്ട കമ്പനികളുടെ റിസൾട്ടുകൾ അനൗൺസ് ചെയ്യുന്നു. ഇതേ തുടർന്ന് പല കമ്പനികൾ അവരുടെ റിസൾട്ടുകൾ അനൗൺസ് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ റിസൾട്ടുകളും നിങ്ങളൊന്ന് ട്രാക്ക് ചെയ്യുക. ഇനി IPO വിഭാഗത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ Paytm എൻ്റെ IPO ഇന്ന് Day 1 ആയിരുന്നു. 18% സബ്സ്ക്രിപ്ഷനാണ് ടോട്ടലായിട്ട് അവർക്ക് ഇന്ന് കിട്ടിയതായിട്ട് അപ്ഡേറ്റുകളിൽ കൊടുത്തിരിക്കുന്നത്. റീറ്റെയിൽ പോർഷനിൽ 78% സബ്സ്ക്രിപ്ഷനും നടന്നതായിട്ട് കാണുന്നു. ഇനി നാളെ നവംബർ 9 KFC, പിസ്സ ഹട്ടിൻ്റെ ഓപ്പറേറ്റേഴ്സായ സഫയർ ഫുഡ്സ് അവരുടെ IPO ഓപ്പൺ ആവുന്നു. നവംബർ 9 നാളെ മുതൽ 11 വരെ ആയിരിക്കും സബ്സ്ക്രിപ്ഷനുള്ള വിൻഡോ ഓപ്പൺ ആയിട്ടുണ്ടാവുക. 1120 മുതൽ 1180 രൂപ പെർ ഷെയറിലാണ് പ്രൈസ് ബാൻഡായിട്ട് ഫിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു IPO കൂടെ നിങ്ങളൊന്ന് അനലൈസ് ചെയ്യുക. തീർച്ചയായിട്ടും ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഈ ഒരു 2 IPOകൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണെന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് നിലനിൽക്കുന്നത്. തീർച്ചയായിട്ടും ഈ പറഞ്ഞ ന്യൂസുകളും സ്റ്റോക്കുകളും ഒക്കെ നിങ്ങളുടെ അനാലിസിസിനായിട്ട് മാത്രം ഉപയോഗിക്കുക. കണ്ടെത്തുന്ന കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക. പുതിയ അപ്ഡേറ്റ്സ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ദിസ് ഈസ് ടോണി സൈനിങ് ഓഫ്.